നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. വയനാട് ഉരുൾ ദുരന്ത ബാധിതർക്കായി സഫാരി ഗ്രൂപ്പ് മാനേജ്മെന്റും ജീവനക്കാരും ചേർന്ന് സമാഹരിച്ച 1 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ അബൂബക്കർ മടപ്പാട്ട്, സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ സൈനുൽ ആബിദിൻ എന്നിവർ ചേർന്നാണ് തുക നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. കേരള വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീറും ചടങ്ങിൽ പങ്കെടുത്തു. വയനാട് ദുരന്തം നമ്മുടെ നാടിനെ നടുക്കിയ സംഭവമായെന്നും ദുരന്തത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ അബൂബക്കർ മടപ്പാട്ട് അഭിപ്രായപ്പെട്ടു. മുമ്പും കേരളം നേരിട്ട പ്രളയമടക്കം പല ദുരന്തങ്ങളിലും സഹായഹസ്തവുമായി സഫാരി ഗ്രൂപ്പ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ മാസം സൗദി തലസ്ഥാന നഗരം വേദിയൊരുക്കുന്നത് 2 ഭക്ഷണ ആതിഥേയ മേളകൾക്കാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ഭക്ഷണ പാനീയ പ്രദർശന മേളകളിൽ ഒന്നായ ഫുഡെക്സ് സൗദിയുടെ 11ാം പതിപ്പ് സെപ്റ്റംബർ 16 മുതൽ 19 വരെ റിയാദ് ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടക്കും. 75 രാജ്യങ്ങളിൽ നിന്നായി 500-ലധികം ഭക്ഷ്യ ഉൽപാദന വിൽപ്പന കമ്പനികൾ പ്രദർശനത്തിനെത്തും. 800-ലധികം ബ്രാൻഡുകൾ പരിചയപ്പെടുത്തുന്ന മേളയിൽ 20,000-ലധികം സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ കമ്പനികൾ, വിതരണക്കാർ, ആതിഥേയ ഉൽപ്പന്നങ്ങളുടെ കമ്പനികൾ, വിഖ്യാത പാചക വിദഗ്ധർ, ഭക്ഷണ നിർമ്മാണത്തിനായുള്ള ടെക്നോളജി കമ്പനികൾ, ഈ രംഗത്തെ നിക്ഷേപകർ തുടങ്ങി ഭക്ഷ്യവിപണിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വകുപ്പുകളുടെ സമ്മേളന നഗരിയായിരിക്കും ഫുഡെക്സ് 2024. ഇന്ത്യൻ സ്കൂളിൽ അധ്യാപക ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. അധ്യാപകരെ ആദരിക്കുന്നതിനായി ഈസ ടൗൺ ക്യാമ്പസിൽ വിവിധ പരിപാടികൾ ഒരുക്കിയിരുന്നു. പ്രിഫെക്ട്സ് കൗൺസിൽ അംഗങ്ങൾ അധ്യാപകരുടെ സേവനത്തെ അഭിനന്ദിച്ച് ആശംസാ കാർഡുകൾ നൽകി. മധുരം വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾക്കായി പ്രത്യേക അസംബ്ലിയും നടന്നു. അധ്യാപക ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അധ്യാപകരും കുട്ടികളും സംസാരിച്ചു. മിഡിൽ വിഭാഗം വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ്, പ്രധാന അധ്യാപിക ശ്രീജ പ്രമോദ് ദാസ്, കോർഡിനേറ്റർമാർ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ അധ്യാപകരെ ആദരിച്ചു. വിദ്യാർത്ഥിനി പ്രീതിക എ തിരുക്കൊണ്ട സംസാരിച്ചു. ആകാശ് രഞ്ജു നായരും നിയ നവീനും അവതാരകരായി. ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.